അമ്മ എന്നുള്ള വാക്ക്. അമ്മയ്ക്ക് പകരം ഈ ഭൂമിയിൽ അമ്മ മാത്രമേ ഉള്ളൂ. എല്ലാ അമ്മമാർക്കും ഒരു കൈയ്യടി കൊടുത്തു. ലോകത്തെ എല്ലാ അമ്മമാരും അമ്മയ്ക്ക് പകരം ഈ ഭൂമിയിൽ അമ്മ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് അച്ഛന് പകരം അച്ഛൻ മാത്രമേ ഉള്ളൂ. പറയാം ഉറപ്പായിട്ട് അല്ലേ? ഒരമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ 22ഓളം വാരിയല്ലുകൾ ഒടിയുന്ന വേദനയോട് കൂടിയാണ് ഒരമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത്. തീർച്ചയായിട്ടും അല്ലേ? അതാണ് അമ്മ. നമ്മൾ രാത്രി വയറ് നിറയെ ഒന്ന് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് ചരിഞ്ഞ് കിടക്കാൻ നമ്മൾ ബുദ്ധിമുട്ടുന്നു. എന്നെയും നിങ്ങളെയും 3 കിലോ ഭാരവുമായി ആ അമ്മയുടെ ഗർഭപാത്രത്തിൽ എത്ര നാള് നമ്മുടെ അമ്മ നമ്മളെ ചുമന്നുകൊണ്ട് നടന്നിട്ടുണ്ടല്ലേ? ശരിയല്ലേ? അതാണ് അമ്മ. അതുപോലെ തന്നെ അച്ഛൻ നീറുന്നത് അല്ലെ, അച്ഛൻ വിഷമിക്കുന്നത് കാണണമെന്നുണ്ടെങ്കിൽ അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ പോകണം. അച്ഛൻ പണിയെടുക്കുന്ന സ്ഥലം, നമ്മുടെയൊക്കെ അച്ഛൻ നീറുന്നത് നമ്മൾ കാണാം. അപ്പൊ ഈ അമ്മ വന്ന് മാനസമേന എന്നുള്ള പാട്ട് പാടിയപ്പോൾ സന്തോഷം തോന്നുന്നു, ഒത്തിരി സന്തോഷം. ദൈവം എല്ലാം കാണുന്നുണ്ട്. ഈ അവസരം തന്നതിനും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ദീർഘായുസ്സാകട്ടെ. പോകുന്ന വഴികളിലെല്ലാം ദൈവത്തിന്റെ കൃപ കൂടുതലുണ്ടാകട്ടെ. യാത്രകളിൽ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണേ. ഒരു കുഞ്ഞു പോലും നശിച്ചു പോകരുതേ അപ്പ. അനാഥ കുഞ്ഞുങ്ങളെ വേലയെടുപ്പിക്കുന്നത്, ബാലശേഷ ചെയ്യുന്നത്, ബാലവേല ചെയ്യിക്കുന്നതിൽ നിന്നും അനാഥരെയും വിധവകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പ. എനിക്കാരുമില്ല അപ്പൻ. കണ്ണു നിറയുന്നു കേട്ടോ. നല്ല കയ്യടി കൊടുത്തേ. ഈ പ്രാർത്ഥന, ഇതുപോലുള്ള പ്രാർത്ഥനകളൊക്കെ ദൈവം കേൾക്കത്തുള്ളൂ അല്ലേ? നിങ്ങളുടെ പ്രാർത്ഥനയും ദൈവം കേൾക്കത്തുള്ളൂ. ദൈവം അനുഗ്രഹിക്കും. ഞങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളൊക്കെ ഉണ്ട് അമ്മ, ധൈര്യമായിട്ട്. സമുദ്രതീരമുണ്ട്. സമുദ്രതീരത്തിൽ റുബൽ സിംഗ് ഉണ്ട്. കഴിവുള്ള ഒരുപാട് ജോലിക്കാരുണ്ട്. ഞങ്ങളെല്ലാവരും ഉണ്ട്. ഞങ്ങളിലൊക്കെ ഉണ്ട്. ധൈര്യമായിട്ട്. അമ്മയ്ക്ക് നല്ലൊരു കയ്യടി കൊടുത്ത്, അമ്മയ്ക്ക് ഒരു നല്ല കയ്യടി കൊടുത്തേ. ഒന്ന് ധാരാ അമ്മയെ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുവന്നേ. അമ്മയുടെ കൈ എനിക്ക് തോന്നുന്നു നമ്മള് ഈ മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ള, അപ്പൊ ഞാനാണെങ്കിൽ പോലും നമ്മുടെ സമനില തെറ്റാൻ അല്ലെങ്കിൽ മനോനില തെറ്റാൻ നിമിഷ നേരം മതി മനുഷ്യന്. അതാണ് മനുഷ്യന് ഈ ലോകത്തിൽ ഈശ്വരൻ ചിരിക്കാനും ചിന്തിക്കാനുമുള്ള കഴിവ് ഈശ്വരൻ തന്നത് ഈ ലോകത്തിൽ മനുഷ്യന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഏറ്റവും കൂടുതൽ ഒരു മൃഗം ജനിച്ചാൽ, അല്ലെങ്കിൽ മൃഗങ്ങള് ആടാണെങ്കിലും നായയാണെങ്കിലും പൂച്ചയാണെങ്കിലും അത് ജനിച്ച ഉടനെ അത് ഓടിപ്പോകും. മനുഷ്യനൊരിക്കലും ജനിച്ച ഞാനോ നിങ്ങളോ ഈ ലോകത്തിലെ ഒരു മനുഷ്യൻ പോലും ജനിച്ച ഉടനെ നടന്നു പോയിട്ടില്ല. നമ്മളെ ആരൊക്കെയോ എടുത്തുകൊണ്ട് നടന്നു, ആരൊക്കെയോ നമ്മളെ നടത്തിപ്പിച്ചു, ആരൊക്കെയോ നമ്മളെ സംസാരിച്ച് പഠിപ്പിച്ചു, ആരൊക്കെയോ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മളെ ആരൊക്കെയോ എടുത്തുകൊണ്ടുപോയി അടക്കം ചെയ്യും. ഒരാളുടെ സഹായമില്ലാതെ ലോകത്തിൽ ഒരു മനുഷ്യന് പോലും ജീവിക്കാൻ പറ്റാത്ത കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും ഒക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മയുടെ പ്രാർത്ഥന ശരിക്കും ഇതുപോലുള്ളവരുടെ പ്രാർത്ഥനയോ ഈശ്വരൻ കേൾക്കുകയുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്നതിൽ ഒരു 90% ആളുകളും വിജയദാസിന്റെ കണ്ണീരിലൂടെ കണ്ണുനീരൊഴുകുന്നത് എനിക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിച്ചു.